ഇന്നൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോകണം കേട്ടോ. ആർക്കെന്ന് വെച്ചാൽ റഫ്ക്കാണ്. റഫ്ക്ക വെച്ചാൽ എൻ്റെ ഇത്തന്നെ മോളാണ് കേട്ടോ. അവളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി, ഗിഫ്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു സ്റ്റൂൾ, ഒരു കണ്ടിടത്തൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു സ്റ്റൂൾ വാങ്ങി. അങ്ങനെ നേരെ പാക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു സ്റ്റേഷനറി ഷോപ്പ് കയറി. നമുക്കറിയുന്ന ഷോപ്പ് തന്നെയാണ്. അവിടെ കയറി പിന്നെ താത്താക്ക് പ്രാന്താണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടതൊക്കെ എടുത്ത് ഇങ്ങനെ ഈ ലൈറ്റ് ഉണ്ട് അതൊക്കെ കത്തിക്കാണ്, ഷിപ്പ് എടുക്കുകയാണ്, പിന്നെ ഈ കോയിൻ ഇടുന്ന അത് എടുക്കുകയാണ്, ഇത് റൂം ശരിയാക്കുമ്പോൾ അത് വെക്കണം ഇത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആണ്. വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ഓരോരോ വേണ്ടാത്ത ആവശ്യങ്ങൾ, ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു എന്തൊക്കെയൊക്കെയോ പറയുന്നു, പിച്ചമ്പി പറയുന്നു. അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അറിയുന്ന ഒരാളായതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ അത് പാക്ക് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വഴിയിൽ നിന്നൊരു സാധനം കിട്ടിയത്. ഞങ്ങൾ അനിയനാണ് കേട്ടോ. കണ്ട എൻ്റെ ഏട്ടനാണെന്ന് പറയുമെങ്കിലും എൻ്റെ അനിയനാണ് കേട്ടോ. പിന്നെ അവൻ്റെ പരിധി കിട്ടും ആ സാധനം. അവനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അത് ചുമപ്പിച്ചു. വഴിയിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുകയാണ്, ഇവർക്കൊക്കെ പ്രാന്താണോ നോക്കുന്നത്, കാരണം ഈ ഗിഫ്റ്റ് ഇങ്ങനെ പോന്നിട്ടില്ല, എന്താ സംഭവം, എന്താ പരിപാടിയെന്ന്. അങ്ങനെ വീട്ടിൽ പോയി അതൊക്കെ കൊടുത്തു. ബായ്.